നമ്മളൊരു സ്കിൻ കെയർ റുട്ടീനിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 3 കാർഡിനൽ പ്രോഡക്ട്സ് ആണ്, 3 ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ആണ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത്. ഒരു ഏജ് അനുസരിച്ചിട്ടും ക്ലെൻസിങ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം മുഖക്കുരുള്ള ആൾക്കാർക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഓരോന്ന് രാവിലെ ഒന്ന് രാത്രിയായിട്ട് തേച്ചിട്ട് സ്കിന്നിനെ ഹാം ചെയ്യാൻ പാടില്ല. അപ്പം എന്താണോ നമുക്ക് സ്കിന്നിന് ആവശ്യം, എന്താണ് നമ്മുടെ സ്പെസിഫിക് കണ്ടീഷൻ, അതിനനുസരിച്ചിട്ട് അതിനുള്ള ഒരു പ്രോഡക്റ്റ് രാത്രി ഉപയോഗിക്കുക, നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ റോഷ്നി, പ്രൈം സ്കിൻ ആൻഡ് ലേസർ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും സ്കിൻ കെയർ, അതായത് എങ്ങനെ നമ്മൾ ഡെയിലി ബേസിസിൽ സ്കിന്നിനെ കെയർ ചെയ്യണം എന്നുള്ളത് കുറിച്ചായിരിക്കും ഈ വീഡിയോ. സ്കിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ, ഏറ്റവും വലിയ ഓർഗനാണ് സ്കിന്ന്. ആൻഡ് സ്കിന്നിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എല്ലാ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നത് തടയുന്നത്, അതുപോലെ കോസ്മെറ്റിക് ഫങ്ഷൻ, നമ്മുടെ സ്കിന്നിനെ നമ്മളൊരു പേഴ്സണാലിറ്റിക്ക് ബ്യൂട്ടിഫൈ, അതായത് ഭംഗി കൊടുക്കുന്നതും ഒക്കെ സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത് സ്കിന്നിൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ റെഗുലേഷൻ, അതുപോലെ ആൻറ്റി മൈക്രോബിയൽ ഫംഗ്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും ഒരു ബാരിയർ ഫംഗ്ഷൻ, ഉള്ളിലേക്ക് കടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് സ്കിന്നാണ്. അതുപോലെ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ, ഇപ്പോൾ നമ്മൾ ആഘാതം, അതുപോലെ അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും സ്കിന്നിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്കിൻ കെയർ റുട്ടീനിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഫങ്ഷൻസിനെ ഒന്നും അതിന് കോട്ടം തട്ടിക്കാൻ പാടില്ല. അതായത് ഈ ഫങ്ഷൻസിനെ ഒന്നും അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത ടൈപ്പുള്ള പ്രോഡക്ട്സ് ആയിരിക്കണം നമ്മൾ ഡെയിലി ബേസിസിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പണ്ട് കാലം മുതൽ തന്നെ ആൾക്കാർ സ്കിന്നിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഈജിപ്ഷ്യൻ ലേഡീസ്, അതുപോലെ പഴയ കാലത്തെ ക്വീൻസ്, അവരൊക്കെ സ്കിന്നിനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അപ്പോൾ സ്കിൻ നമ്മളുടെ പേഴ്സണാലിറ്റീനെ കാണിക്കുന്ന ഒരു എക്സ്റ്റേണലി കാണുന്ന ഒരു ഓർഗനുമാണല്ലോ സ്കിൻ. അപ്പോൾ അതിനെ കെയർ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ റുട്ടീനിൽ കോമൺലി ഡെയിലി ബേസിസിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന സ്കിൻ കെയർ റുട്ടീൻ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 കാർഡിനൽ പ്രോഡക്ട്സ് ആണ്, 3 ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ആണ് സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ കോമൺലി ഉപയോഗിക്കേണ്ടത്. ഒന്ന് ക്ലെൻസർ, അതായത് വൃത്തിയാക്കൽ. ക്ലെൻസർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി ബേസിസിൽ 2 നേരം സ്കിൻ ക്ലെൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഫേസ് ക്ലെൻസേഴ്സ്, സോപ്സ്, അതുപോലെ ഷവർ ജെൽസ്, അങ്ങനെ കുറേ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു സ്കിൻ ക്ലെൻസർ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നോർമലായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ സാധാരണ സോപ്പ് എല്ലാം സൂട്ട് ചെയ്യും. പക്ഷെ ചില പ്രോബ്ലംസ് ഉള്ള സ്കിൻ, ഇപ്പം ഡ്രൈ സ്കിൻ, അല്ലെങ്കിൽ എക്സസീവ് ഓയിലുള്ള സ്കിൻ, അതായത് മുഖക്കുരു വരുന്ന ടൈപ്പ് സ്കിന്നാണെങ്കിൽ, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ, ചില പ്രോഡക്ട്സ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തടിച്ച് പൊന്തുക, അങ്ങനെ വരുന്ന സ്കിൻ, പിന്നെ വെയിൽ തട്ടിയാലൊക്കെ ഭയങ്കര പ്രോബ്ലംസ് വരുന്ന സ്കിൻ, അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ എക്സിമ, വേറെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉള്ള സ്കിൻ, അങ്ങനത്തെ സ്കിന്നിനാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്ലെൻസേഴ്സ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം പിന്നെ ഉള്ളത്, ഒരു ഏജ് അനുസരിച്ചിട്ടും ക്ലെൻസിങ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ന്യൂ ബോൺ ജനിച്ച ഉടനെ തന്നെ പേരൻസ് ചോദിക്കാറുണ്ട്, ഡോക്ടർ എന്ത് സോപ്പാണ് ഉപയോഗിക്കേണ്ടത്, കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ കടലപ്പൊടി ഉപയോഗിക്കാൻ പറ്റുമോ, സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പം അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രായമായവരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. അപ്പം ന്യൂ ബോൺ എങ്ങനെയാണ് സ്കിൻ ക്ലെൻസ് ചെയ്യേണ്ടത്, വളരെ ജെൻറ്റിലായിട്ടുള്ള ലിക്വിഡ് ക്ലെൻസേഴ്സ് ആയിരിക്കും ചെറിയ കുഞ്ഞു കുട്ടികൾക്ക്, പ്രസവിച്ച ഉടനെയൊക്കെയുള്ള കുട്ടികൾക്ക് നല്ലത്. ലിക്വിഡ് ക്ലെൻസേഴ്സ് എന്ന് പറയും. അത് അധികം സോപ്പ് കണ്ടൻറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ സോപ്പ് കണ്ടൻറ്റ് തന്നെ സിന്തറ്റിക് സോപ്പ് ആയിരിക്കും. കാരണം നമ്മൾ സ്കിന്നിന് ഒരു pH ഉണ്ട്, 5 to 6 ആണ് നമ്മുടെ സ്കിന്നിൻ്റെ pH. ആ pH മാറാത്ത രീതിയിലുള്ള സോപ്പായിരിക്കണം. അപ്പോൾ അതിന് സൂട്ട് ചെയ്യുന്ന സോപ്പായിരിക്കണം, അല്ലെങ്കിൽ ക്ലെൻസർ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ കുട്ടികളെയൊക്കെ ചെറിയ ന്യൂ ബോണിനെ കെയർ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം ക്ലെൻസർ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളം കൊണ്ട് കഴുകുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ പ്രായമായവർക്കും ഇതേപോലെ അവരുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ക്ലെൻസർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പല ടൈപ്പ് ക്ലെൻസർ അവൈലബിൾ ആണ്. ലിക്വിഡ് ക്ലെൻസേഴ്സ്, സോളിഡ് ക്ലെൻസേഴ്സ്. സോളിഡ് ക്ലെൻസേഴ്സ് ആണ് സോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള, ഇപ്പോൾ മുഖക്കുരുക്ക് ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ഇങ്ങനത്തെ ഇത് കണ്ടെയ്നിങ് ക്ലെൻസേഴ്സ് ആണ് കൊടുക്കുക. അത് അവരുടെ ഓപ്പൺ പോഴ്സിനൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആക്നി കുറയ്ക്കുന്ന ടൈപ്പ് ക്ലെൻസേഴ്സ് ആണ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എക്സസീവ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ
സിറ്റൈൽ ആൽക്കഹോൾ, സ്റ്റിറൽ ആൽക്കഹോൾ കണ്ടെയ്നിങ് ക്ലെൻസേഴ്സ് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു കോമൺ ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് സ്കിൻ കണ്ടീഷൻ, സ്കിൻ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു നല്ല ക്ലെൻസർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ മുഖം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ്സും ഒരു സ്കിൻ ടൈറ്റനിങ് ഇഫക്റ്റ് ഒക്കെ തോന്നും. അത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിലെ വാട്ടർ, സ്കിന്നിൻ്റെ സെൽസിൻ്റെ ഉള്ളിലെ വെള്ളം കുറച്ച് പോകും. അതുകൊണ്ടാണ് നമുക്കൊരു ഡ്രൈനെസ് ആൻഡ് ഒരു ടൈറ്റനിങ് ഇഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് കൂടുതലാവാൻ പാടില്ല. ഇത് കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് എക്സസീവ് ഡ്രൈനെസ് വരും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ക്ലെൻസർ ചൂസ് ചെയ്യുന്നതിൽ. അടുത്തതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സ്കിന്നിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒക്കെ കുറയും. അപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് നല്ലതാണ്. അത് സ്കിന്നിൻ്റെ സെൽസിനെ ക്ലോസ് ആയിട്ട് വെക്കാനും സ്കിന്നിനൊരു ഈവൺ ലുക്ക് കിട്ടാനും സാധിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊരു ഡ്രൈ പ്ലേസ്, അതായത് ഭയങ്കര തണുപ്പുള്ള ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. ഡ്രൈ സ്കിൻ ആവുമ്പോൾ സ്കിൻ വിൽ ബി ഡൾ ലുക്കിംഗ്. ഒരു ഡൾ, അത്ര ഭംഗി ഉണ്ടാവില്ല സ്കിന്നിനെ കാണാൻ. അപ്പോൾ ഡൾ ലുക്കിംഗ് സ്കിൻ ആയിരിക്കും. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ സ്കിന്നിനൊരു ഈവൺ ഔട്ട് ചെയ്യാൻ പറ്റും. ഈ മോയ്സ്ചറൈസേഴ്സ് തന്നെ ഇപ്പോൾ നേരത്തെ ഇത് പറഞ്ഞ പോലെ, ലിക്വിഡ് ക്ലെൻസേഴ്സ് പറഞ്ഞ പോലെ മോയ്സ്ചറൈസേഴ്സ് പല രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ്, അതായത് നമുക്ക് എക്സിമ, സോറിയാസിസ്, അങ്ങനെ ഡ്രൈ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർക്ക് നല്ല മോയ്സ്ചറൈസേഴ്സ്, അതായത് കുറേ നേരം ആ മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് സ്കിന്നിൽ നിൽക്കുന്ന മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹ്യൂമെക്റ്റൻസ്, ഇമോളിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ നോർമൽ ബേസിസിൽ നോർമൽ ആൾക്കാർക്ക് സാധാരണത്തെ ക്രീമി ഓർ ലോഷൻ ബേസുള്ള മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത്, മുഖക്കുരുള്ള ആൾക്കാർക്ക് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നോൺ കൊമിഡോജനിക് ആയിരിക്കണം. അതായത് മുഖക്കുരു കൂട്ടാൻ പാടില്ല, ഇറിറ്റേഷൻ ഉണ്ടാക്കാനും പാടില്ല. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം, സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുക. പിന്നെയുള്ള ഏറ്റവും കോമൺലി യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ. അത് നമ്മൾ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെങ്കിലും, വീട്ടിലെന്തെങ്കിലും മുറ്റത്ത് പണിയെടുക്കുക, അല്ലെങ്കിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉള്ള ജോലിയുള്ളവരൊക്കെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കാരണം അന്തരീക്ഷത്തിൽ ഈവൻ ക്ലൗഡി ആണെങ്കിൽ പോലും അൾട്രാ വയലറ്റ് ABC എന്നുള്ള അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യാം. നമുക്ക് സ്കിൻ ടാനിങ്, അതായത് കരുവാളിപ്പ് ഉണ്ടാക്കാം. കൂടാതെ എന്താ പറയുക, അതർ സ്കിൻ കണ്ടീഷൻസ്, പിന്നെ പോളിമോർഫസ് ലൈറ്റ് ഇറപ്ഷൻസ് എന്ന് പറയും, ചെറിയ റാഷസ് പോലെ പൊന്തിയിട്ട് ഇച്ചിങ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് സൺ എക്സ്പോഷർ ഉള്ള സ്ഥലത്ത്. എസ്പെഷ്യലി ബൈക്ക് ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കൈയിൻ്റെ മേലെയൊക്കെ ഇത് വളരെ കോമൺ, കൈയിൻ്റെ മേലെ, മുഖത്ത്, ചെവിയിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് ഇത് കാണാം. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. സൺസ്ക്രീനും നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. കോമൺലി പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഡോക്ടർ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എന്തോ പുട്ടിയിട്ട പോലെ, മേക്കപ്പ് ഇട്ട പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർ സ്കിന്നിന് പല ടൈപ്പ് ഓഫ് ഫോർമുലേഷൻസ് അവൈലബിളാണ്. അതായത് ജെൽ ടൈപ്പ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉണ്ട്, ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ സ്കിന്നിനും ഓരോന്ന് സൂട്ട് ചെയ്യും. അപ്പോൾ അത് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അത് കരുവാളിപ്പും നമ്മളെ സൺ ഏജിങ്, അതായത് ഫോട്ടോ ഏജിങ് എന്ന് പറയും, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, സ്കിൻ ക്യാൻസർ, ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ സൺസ്ക്രീൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ കൂടാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, സ്കിന്നിനൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിൻ്റെ നല്ലൊരു ഇഫക്റ്റ്, പ്രോപ്പർ റിസൾട്ട് കിട്ടണമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് പല ടൈപ്പ് സൺസ്ക്രീൻ അവൈലബിൾ ആണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പല പ്രോഡക്ട്സ് കണ്ടിട്ടുണ്ടാവും, പല ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ചൂസ് ചെയ്യുക സൺസ്ക്രീന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണ്, വേറെ പ്രശ്നങ്ങൾ, സെൻസിറ്റീവ് ഒന്നും അല്ലാത്ത സ്കിൻ ആണെങ്കിൽ നോർമലി കാണുന്ന നിങ്ങൾക്ക് സൺസ്ക്രീൻസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 3 പ്രോഡക്ട്സ് ആണ് ഞാൻ പറഞ്ഞതുപോലെ, ക്ലെൻസർ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഉപയോഗിക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം, ഇതുപോലെ മുഖക്കുരു, അല്ലെങ്കിൽ കരുവാളിപ്പ്, അല്ലെങ്കിൽ സ്കിൻ പിഗ്മെൻറ്റേഷൻ, മുഖക്കുരു വന്ന പാടുകൾ, അല്ലാത്ത കലകൾ ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രോഡക്ട്സ് ഉപയോഗിക്കുക. മുഖക്കുരുവിൻ്റെ ക്രീംസ്, അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്, ആ കല പോകാനുള്ള ക്രീംസ് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ നമ്മളൊരു 30-35 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ് പ്രോഡക്ട്സ് ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ മാർക്കറ്റ് ചെയ്യും. വൈറ്റമിൻ C, നിയസിനമൈഡ്, അത് പ്രായം കുറച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രീംസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. നിങ്ങൾ സോഷ്യൽ മീഡിയ കോമൺലി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ
അതും ചൂസ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് മുഖത്ത് തേക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ സ്കിന്നിനെ കൂടുതൽ നമ്മൾ ജെൻറ്റിലായിട്ട് ട്രീറ്റ് ചെയ്യണം. കുറേ പ്രോഡക്ട്സ് വാങ്ങിയിട്ട് ഓരോന്ന് രാവിലെ ഒന്ന് രാത്രിയായിട്ട് തേച്ചിട്ട് സ്കിന്നിനെ ഹാം ചെയ്യാൻ പാടില്ല. അപ്പം എന്താണ് നമുക്ക് സ്കിന്നിന് ആവശ്യം, എന്താണ് നമ്മുടെ സ്പെസിഫിക് കണ്ടീഷൻ, അതിനനുസരിച്ചിട്ട് അതിനുള്ളൊരു പ്രോഡക്റ്റ് രാത്രി ഉപയോഗിക്കുക, നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആൻറ്റി ഏജിങ് പ്രോഡക്ട്സ് ആയത് റെറ്റിനോൾ കണ്ടെയ്നിങ് ക്രീംസ്, പിന്നെ വിറ്റാമിൻ സി ജെൽസ്, അതുപോലെ നിയാസിനമൈഡ് ജെൽ, ഇതൊക്കെ ആൻറ്റി ഏജിങ് ആയിട്ട് കൊടുക്കുന്ന, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് കൊടുക്കുന്ന ക്രീംസാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഡെഫിനറ്റ്ലി ചില പ്രോഡക്ട്സ് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഓരോരുത്തരുടെ സ്കിന്നിന് ചിലത് സൂട്ടാവില്ല. അപ്പോൾ ചില വിറ്റാമിൻ സി ജെൽസ് ഉപയോഗിച്ച് ചിലവർക്ക് കുരു പൊന്താറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ നമ്മൾ സ്കിന്നിനെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക, നല്ലൊരു മോളിക്യൂൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നോർമൽ സ്കിൻ കെയർ റൂട്ടീൻ: മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് ക്ലെൻസർ. അപ്പോൾ എല്ലാം ജെൻറ്റിലായിട്ട് സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന, ഡെയിലി ബേസിസിൽ നമുക്ക് സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്സാണ് ഈ 3 പ്രോഡക്ട്സും. ഇതിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. മറ്റ് ഇഷ്യൂസ്, മറ്റ് കോസ്മെറ്റിക് സ്കിൻ പ്രോബ്ലംസ്, മറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, ഇതിനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.